പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലത്തിൻ്റെ 7ാമത്തെ ഞായറാഴ്ചയിലേക്ക്, ഈ കൈത്താക്കാലത്തിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നു. ഈ ഞായറാഴ്ച ദിവസത്തിൻ്റെ, കർത്താവിൻ്റെ ദിവസത്തിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട വളർച്ചയുടെ, നമ്മളിൽ നിന്ന് ആത്മീയ ഭൗതിക ഫലങ്ങൾ ഏറ്റവും നല്ലത് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതിൻ്റെ കാലമാണ് കൈത്താക്കാലമെന്ന് നമുക്കറിയാം. ഇന്ന് പരിശുദ്ധ കുർബാനയിലെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഒരു ചെറിയ ഭാഗത്ത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈശോ പറയുന്നു. യഥാർത്ഥ നിക്ഷേപം എന്താവണമെന്ന്, കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് എപ്രകാരമാണ് ആയിരിക്കേണ്ടതെന്ന്, അതുപോലെ 2 യജമാനന്മാരെ ആർക്കും സേവിക്കാൻ സാധ്യമല്ല എന്ന പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലുകൾ ഈശോ നൽകുകയാണ്. ഈശോയുടെ മലയിലെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇന്ന് സുവിശേഷം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത്. ആത്മാവും ശരീരവും മനസ്സും എപ്രകാരമാണ് വിശുദ്ധമാക്കേണ്ടതെന്ന്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കാത്തു സൂക്ഷിക്കേണ്ടതെന്ന സൂചന കൂടിയാണ് ഇന്ന് തിരുവചനം നമുക്ക് നൽകുന്നത്. ആത്മാവിൻ്റെ യഥാർത്ഥ നിക്ഷേപത്തെക്കുറിച്ച്, ശരീരവിശുദ്ധിയിൽ കണ്ണിൻ്റെ പ്രാധാന്യത്തിൽ, അല്ലെ കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, 2 ചേരിയിലേക്ക്, 2 പേരിലേക്ക് മനസ്സ് പോകാതെ ഒന്നിൽ തന്നെ മനസ്സ് വിശുദ്ധമായി കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുകയാണ്. ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള സൂചനയാണ് ഈശോ ആദ്യമേ തന്നെ തരുന്നത്. ഈശോ പറയുന്നു, ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സൂക്ഷിച്ചു വയ്ക്കരുത്, കാരണം അവിടെ തുരുമ്പും കീടങ്ങളും നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. ഹൃദയം എന്ന യഥാർത്ഥ നിക്ഷേപം അത് ഭൂമിയിലല്ല സ്വർഗത്തിലാണ് വയ്ക്കേണ്ടതെന്ന് നമ്മുടെ ആത്മാവിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ഈശോ അനുസ്മരിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ സ്ഥലമായി പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് സ്വിസ് ബാങ്കിനെ കുറിച്ചാണ്. സ്വിസ് ബാങ്ക് വളരെ സുരക്ഷിതമായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കർക്കശമായ സ്വകാര്യതാ നിയമങ്ങളാണ്. ആ രാജ്യവും ആ ബാങ്കും പുലർത്തുന്ന കർശനമായ സ്വകാര്യതാ നിയമങ്ങൾ ആളുകളുടെ സമ്പത്ത് സൂക്ഷിക്കുന്നതിൽ, മറ്റാരോടും അതേക്കുറിച്ച് പറയാതിരിക്കുന്നതിലൊക്കെ ഏറെ സുരക്ഷിതമാണെന്നുള്ളതിന് പേരുകേട്ടതാണ്. എങ്കിലും ആധുനിക അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിലും, അതുപോലെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളെ ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതിൻ്റെ ഭാഗമായുമൊക്കെ ഈ സ്വിസ് ബാങ്കിൽ നിന്ന് പോലും വിവരങ്ങൾ അതിൻ്റെ അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികൾക്ക് സ്വിസ് ബാങ്ക് അവരുടെ ഡേറ്റകൾ കൊടുക്കുമെന്നാണ് പറയുന്നത്. സ്വിസ് ബാങ്കിൽ പോലും എല്ലാം സുരക്ഷിതമല്ല എന്നർത്ഥം. ഈശോ ഇന്ന് പറയുന്നു, ഈ ഭൂമിയിൽ നിങ്ങൾ സുരക്ഷിതമാണെന്ന് കരുതി ഒരു നിക്ഷേപവും സൂക്ഷിച്ചു വയ്ക്കരുത്, കാരണം അവിടെ കള്ളന്മാർ കടന്നു വരാം, തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാം. കള്ളന്മാരും കീടങ്ങളും തുരുമ്പും 3 പ്രത്യേക കാര്യങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. കള്ളന്മാർ എന്നത് ഒറ്റയടിക്ക് വന്നെല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ നിക്ഷേപം പോലെ കരുതുന്നതെല്ലാം ഒരുപക്ഷെ ഒരു അപകടം, അല്ലെ ഒരു രോഗം ഒറ്റയടിക്ക് വന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. കീടങ്ങൾ ഒരുപക്ഷെ നമ്മളറിയാതെ സാവധാനം നമ്മളിലേക്ക് കടന്നു വന്ന് നല്ല വൃക്ഷങ്ങളോ അല്ലെങ്കിൽ ചെടികളോ ഒക്കെ കീടങ്ങൾ നശിപ്പിച്ച് കളയുന്നത് ഒരുപക്ഷെ കർഷകർ അറിയാറില്ല. നമ്മളറിയാതെ നമ്മളിലേക്ക് പ്രവേശിക്കുന്ന തിന്മകൾ ഉണ്ടായിരിക്കാം, നമ്മളിലെ നിക്ഷേപം നശിപ്പിച്ച് കളയുന്നവ. അതുപോലെ മറ്റൊന്ന് തുരുമ്പാണ്. ഉള്ളിൽ നിന്ന് തന്നെ ഉള്ള നാശമാണ് തുരുമ്പ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം അതിൽ നിന്ന് തന്നെ നാശത്തിലേക്ക് പോകുന്നതിൻ്റെ തുടക്കമാണ് ഇരുമ്പിനെ തുരുമ്പ് പിടിക്കുക എന്നുള്ളത്. ഒരു ഇരുമ്പ് വളരെ സ്ട്രോങ് ആയ ശക്തിയുള്ള കാര്യമാണ്, പക്ഷെ അതിനെ പോലും ഇല്ലാതാക്കാൻ ഉള്ളിൽ നിന്ന് അതിൽ തുടങ്ങുന്ന തുരുമ്പിന് സാധിക്കും. ഇങ്ങനെ പല രീതിയിൽ നമ്മളിൽ നിന്ന് ഈ ഭൂമിയിൽ കരുതി വയ്ക്കുന്ന നിക്ഷേപങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങുന്ന പ്രശ്നങ്ങൾ കൊണ്ട്, പുറമേ നിന്ന് നമ്മളറിയാതെ നമ്മളെ ആക്രമിക്കുന്ന കീടങ്ങൾ പോലെ വരുന്ന കാര്യങ്ങൾ കൊണ്ട്
ഒരു സുനാമിയോ ദുരന്തമോ ഒക്കെ പോലെ കള്ളനെ പോലെ ഒറ്റയടിക്ക് വന്ന് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ പല രീതിയിൽ ഈ ഭൂമിയിലെ നമ്മൾ കരുതി വയ്ക്കുന്ന നിക്ഷേപങ്ങൾ നഷ്ടപ്പെടാമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈശോ പറയുന്നു, നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക. അത് സ്വർഗത്തിലേക്കാണ്. പണ്ട് കാലത്ത് ആളുകൾ പോക്കറ്റിൽ, പേഴ്സിൽ പണം സൂക്ഷിച്ചിരുന്നു, അതൊരു ബലമായി കരുതിയിരുന്നു. പക്ഷേ പോക്കറ്റടിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ ആളുകളിപ്പോൾ സുരക്ഷിതമായി ബാങ്ക് കാർഡുകളിലേക്ക് മാറ്റിയിരിക്കുന്നു. ബാങ്ക് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് പണം കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവർക്ക് പണം കയ്യിലുണ്ട്, എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. എപ്പോഴെങ്കിലും ആ കാർഡ് മോഷ്ടിക്കപ്പെട്ടാൽ ബാങ്കിൽ വിളിച്ചത് വിലക്കി അതിനെ ആരും ഉപയോഗിക്കാത്ത രീതിയിലാക്കുകയും ചെയ്യാം. സുരക്ഷിതമായ മാർഗത്തിലേക്ക് നമ്മുടെ കറൻസിയെ യൂസ് ചെയ്യുന്നത് പോലും നമ്മൾ മാറ്റിയിരിക്കുന്നു. നന്മയും പുണ്യവുമാണ് സ്വർഗത്തിൽ സൂക്ഷിക്കേണ്ട യഥാർത്ഥ നിക്ഷേപമെന്ന് ഈശോ ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ നന്മയും പുണ്യവും നമുക്ക് സ്വർഗത്തിലേക്ക് ആക്കാൻ പറ്റുന്നത് ഈ ഭൂമിയിലുള്ള നമ്മുടെ വിലപിടിച്ച കാര്യങ്ങൾ മറ്റുള്ള ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുന്നത് വഴിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് നമുക്ക് നിത്യജീവൻ തരാൻ പറ്റുന്ന നന്മയും പുണ്യവും സ്വർഗത്തിലേക്ക് നിക്ഷേപമായി സൂക്ഷിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കാം. അത് അങ്ങനെ ആവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഭൂമിയിൽ നമ്മൾ വിലയുണ്ട് എന്ന് കരുതുന്ന നമ്മുടെ ധനവും മറ്റ് സമ്പത്തുമെല്ലാം ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാനും അതുവഴി സ്വർഗത്തിൽ നമ്മുടെ സമ്പത്ത് സ്വരുക്കൂട്ടാനും അങ്ങനെ അത് സുരക്ഷിതമായ ഒരു നിക്ഷേപമാക്കി മാറ്റാനും നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം ശരീരവുമായി ബന്ധപ്പെട്ടാണത്. ഈശോ പറയുന്നു, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. ആ കണ്ണ് നല്ലതാണെങ്കിൽ ശരീരം പ്രകാശിക്കും, ദുഷ്ടമാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. ശരീരത്തെ, ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന കണ്ണിനെക്കുറിച്ച് ഈശോ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണിന് മാത്രമുള്ള ഒരു വലിയ പ്രത്യേകത ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാം. അതുകൊണ്ടാണ് നമുക്ക് കണ്ണിന് മുകളിൽ ഒരു കൺപോള കൂടി ദൈവം നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നമ്മുടെ മൂക്കിലേക്ക് വരുന്ന ഒരു ഗന്ധം നമുക്കത് സ്വീകരിക്കാതിരിക്കാൻ പെട്ടെന്ന് ഒരു സാധ്യതയില്ല. നമുക്ക് കൈകൊണ്ട് മൂക്ക് പൊത്തിപ്പിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ ഗന്ധം ഉള്ളിലേക്ക് അറിയാതെ എടുക്കുകയാണ്. ചെവിയിലേക്ക് വരുന്ന ഒരു കാര്യങ്ങൾ ചെവി അടയ്ക്കാൻ ചെവിക്ക് തന്നെ ഒരു സംവിധാനമില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലത് നമ്മൾ കേൾക്കേണ്ടി വരുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് തട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മുടെ ത്വക്ക് സ്വാഭാവികമായിട്ടും അറിയുന്നു. നമുക്കതിൽ നിന്ന് ഒഴിവായി നിൽക്കാനായിട്ട് പറ്റില്ല. എന്നാൽ നമ്മുടെ കണ്ണിനുള്ള ഒരു പ്രത്യേകത നമുക്കെല്ലാം കാണണമെന്നില്ല. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കാനുള്ള ഒരു സാധ്യത കൂടി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കണ്ണിനുള്ള വലിയൊരു പ്രത്യേകതയാണത്. അത് കണ്ണിൻ്റെ കണ്ണ് ചെയ്യുന്ന ജോലിയുടെ പ്രത്യേകത കൊണ്ടുകൂടിയുമാണത്. കാരണം കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങളാണ് നമ്മളെ വിശുദ്ധിയിലേക്കോ അശുദ്ധിയിലേക്കോ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളോട് കണ്ണുകൊണ്ട് നമ്മൾ കണ്ണടച്ച് നോ എന്ന് പറയേണ്ടതുണ്ട്. ചിലത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടതുണ്ട്. ചിലത് നമ്മൾ കണ്ണ് തുറന്ന് കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കാണുന്ന കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധിയോ അശുദ്ധിയോ കടന്നു വരുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാത്തിലും നല്ലത് മാത്രം കാണാനും നന്മ മാത്രം കാണാനും നമ്മുടെ കണ്ണുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് ഈശോ പറയുന്നു, കണ്ണ് നല്ലതാണ് കാണുന്നതെങ്കിൽ ശരീരവും ജീവിതവും ശുദ്ധമായിരിക്കും, പ്രകാശമുള്ളതായിരിക്കും. ഇനി കണ്ണ് മോശമായത് മാത്രമാണ് കാണുന്നതെങ്കിലോ അത് ശരീരത്തെ ഇരുട്ടിലേക്ക് കൊണ്ടുപോകും. പക്ഷികളെക്കുറിച്ച് പറയുമ്പോൾ, കൊക്കിനെക്കുറിച്ച് പറയുന്നത് അത് നല്ല കാര്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. അത് ഒരു നല്ല രീതിയിൽ മാത്രം അതിൻ്റെ ശരീരത്തിൻ്റെ ആഹാരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പോലും സൂക്ഷിക്കുന്നു. എന്നാൽ കാക്കകളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, പലപ്പോഴും മനുഷ്യർ വേസ്റ്റ് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളഞ്ഞ കാര്യങ്ങൾ എന്ന് കരുതുന്നവയിൽ നിന്നാണ് കാക്കകൾ ഒരുപക്ഷെ അവരുടെ ഭക്ഷണം കണ്ടെത്തുന്നത്. അത് വേസ്റ്റ് ആഹാരമാക്കുന്ന ജീവിയാണ്. നമ്മുടെ പരിസരത്തെ ശുചിയാക്കുന്നതിൽ കാക്കകൾക്കൊരു പങ്കുണ്ടെങ്കിലും കാക്കകൾ കാണുന്ന കാര്യങ്ങൾ പലപ്പോഴും വേസ്റ്റാണ് അവയുടെ ആഹാരമാക്കുന്നത് എന്ന് പറയാറുണ്ട്. നല്ലത് കാണാനും നന്മ കാണാനും കാണേണ്ടത് കണ്ണ് തുറന്ന് കാണാനും കാണാൻ പാടില്ലാത്തതിന് നേരെ കണ്ണടയ്ക്കാനും ചില കാര്യങ്ങളോട് കണ്ണടച്ച് നോ എന്ന് പറയാനും സാധിക്കുമ്പോൾ
നമ്മുടെ കണ്ണും ജീവിതവും വിശുദ്ധമായിരിക്കും. അങ്ങനെ ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും ഈശോ പറയുന്നു. മൂന്നാമത്തെ കാര്യം മനസ്സിനെക്കുറിച്ചാണ്. അവിടെ ഈശോ പറയുന്നു, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല. ദൈവം സ്വർഗത്തിൻ്റെ സൂചനയാണ്, മാമോൻ ഈ ലോകത്തിൻ്റെ സൂചനയുമാണ്. സ്നേഹിക്കാൻ ഒരേ സമയം നമുക്ക് ഒരു കാര്യത്തിനെ പറ്റുകയുള്ളൂ, ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ ഈ ലോകത്തിലെ കാര്യങ്ങൾ. ഞാൻ രണ്ടിനെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നെങ്കിൽ രണ്ടിനെയും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. ആത്മാർത്ഥമായി ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നിനെ പൂർണ്ണമായി സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. ഒന്നിനെ സ്നേഹിക്കുമ്പോൾ മറ്റൊന്നിനെ മാറ്റി നിർത്തേണ്ടതായി വരും. എനിക്ക് ദൈവത്തെയും ലോകത്തെയും ഒരുപോലെ സ്നേഹമാണെന്ന് പറയുന്നെങ്കിൽ ഉള്ളിൽ കള്ളം പറയുന്നവരാണ് നമ്മൾ. അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തെയും ലോകത്തെയും ഒരേപോലെ ഉപയോഗിക്കുന്നു എന്നാണ്. പാപം എന്ന് പറയുന്ന കാര്യവും അതുതന്നെയാണ്. സ്നേഹിക്കാൻ തന്നിരിക്കുന്നതിനെ ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കാൻ തന്നിരിക്കുന്നതിനെ സ്നേഹിക്കുമ്പോഴുമാണ് പാപം ചെയ്യുന്നത്. ദൈവത്തെ സ്നേഹിക്കാൻ തന്നതാണ്. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവിക കാര്യങ്ങളെ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ പാപം ചെയ്യുന്നു. ഈ ലോകവും ലോകത്തിൻ്റെ കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാനായി ദൈവം തന്നതാണ്. അതിനെ എല്ലാത്തിനും മുകളിലായി ദൈവത്തിനു മുകളിലായി സ്നേഹിക്കുന്നെങ്കിൽ അപ്പോഴും നമ്മൾ പാപം ചെയ്യുന്നു. ഏറ്റവും ഉന്നതനായ, എല്ലാവരാലും എപ്പോഴും സ്നേഹിക്കപ്പെടേണ്ട ദൈവത്തെ ഞാൻ സ്നേഹിക്കുകയാണോ ഉപയോഗിക്കുകയാണോ ചെയ്യുന്നതെന്ന് ആത്മശോധന ചെയ്യണം. അതുപോലെ ഈ ലോകത്തിൻ്റെ നിസ്സാര സമ്പന്നത കണ്ട് അതാണ് യാഥാർത്ഥ്യമെന്ന് വിചാരിച്ച് അതിനെ സ്നേഹിച്ച് അത് മതി എന്ന് പറയുന്ന വിഡ്ഢിത്തത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നുണ്ടോ എന്നുകൂടി ആത്മശോധന ചെയ്യണം. ഈശോ രണ്ടുപേരെ ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ സത്യം മനസ്സിലാക്കി എല്ലാറ്റിനും മുകളിൽ ദൈവത്തെ സ്നേഹിക്കണമെന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്നുമാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സുവിശേഷം ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മനസ്സുകൊണ്ട് ദൈവത്തോൻ്റെ കൂടെ ആയിരിക്കാനും കണ്ണിൻ്റെ വിശുദ്ധി കൊണ്ട് ശരീരത്തിൻ്റെ വിശുദ്ധി എപ്പോഴും കാത്തു സൂക്ഷിക്കാനും യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിലാണെന്ന് കരുതി ഈ ഭൂമിയിൽ നമുക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവച്ച് സ്വർഗത്തിലേക്ക് നിക്ഷേപങ്ങൾ സ്വരുക്കൂട്ടാനും നമുക്ക് പരിശ്രമിക്കാം. അനുഗ്രഹീതമായ നല്ലൊരു ദിവസം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.